നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. നല്ലൊരു വർഷമാവട്ടെ ഈ 2026. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ലൈവിൽ ഈ പുതുവർഷത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാമന്തളികയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു അമ്മയും മകനും രണ്ട് കുഞ്ഞുങ്ങളും മരിക്കുകയും ആത്മഹത്യയും ചെയ്തല്ലോ. ആത്മഹത്യ ചെയ്യും, കുട്ടികളെ കൊന്നതിന് ശേഷം അവർ മരിക്കുകയും ചെയ്തൊരു കേസ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അവരും എന്താ പറയുക, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിവെച്ചൊരു കേസായിരുന്നു. കാരണം എൻ്റെ കൈക്ക് ഒരു ആക്സിഡൻറ്റിൽ കൈക്ക് നല്ല മാരകമായിട്ടുള്ളൊരു പരിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ സർജറി ഉടനെ നടത്തണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ സർജറി നടത്തണമെങ്കിൽ വലിയൊരു എമൗണ്ട് വേണം. അതിപ്പോൾ കയ്യിലില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 8 മാസത്തോളമായി. അപ്പോൾ 3 മാസത്തിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ രാമന്തളിയിലെ കേസിൽ അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത് ആ ദിവസം തന്നെ ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. അപ്പോൾ പോകാത്തതൊക്കെ കാരണം എൻ്റെ ഈ പ്രശ്നം കൊണ്ട് മാത്രമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് ഒരു 2-3 പേര് മെസ്സേജ് അയക്കുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്തു. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഫെമിനിസ്റ്റ് തള്ള. അതിനു മുമ്പേ ഞാൻ പറയട്ടെ, 2 കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. ഒന്ന്, ഞാനിപ്പോൾ ഇന്നലെ സൈബർ സെല്ലിൽ പോയിരുന്നല്ലോ. ഒത്തിരി പേര് വിളിച്ചത് എന്തായി എന്ന് ചോദിക്കേണ്ടായി കേട്ടോ. അത് എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. കാര്യം നിങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിയോ, റിമാൻഡ് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ അപ്പോൾ ഭാഗ്യലക്ഷ്മി കൊടുത്ത പരാതിയുടെ പേരിലുള്ള ആ കാര്യവും ഈ രാമന്തളിയിലെ കേസുമാണ് ഞാൻ പറയുന്നത് ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം രാമന്തളിയിലെ കേസ് തന്നെ പറയാം, പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ കേസ് ഞാൻ സൈബർ സെല്ലിൽ പോയ കാര്യം പറയാം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷെയറും കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ രാമന്തളിയിലെ കേസ് എന്ന് പറഞ്ഞാൽ, ഒരു യുവാവ് 2 കുഞ്ഞു മക്കളുള്ള യുവാവിനെ ഗാർഹിക പീഡന കേസും അങ്ങനെ ഒത്തിരി കേസുകൾ കൊടുത്ത് അയാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ ബുദ്ധിമുട്ടിച്ചതിൻ്റെ അവസ്ഥയിലാണ്. അത് മാത്രമല്ല, ആ 2 കുഞ്ഞു മക്കൾ, അതിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ യുവാവിൻ്റെ അപ്പനെതിരെ പോക്സോ കേസും കൊടുത്തു. ആ സ്ത്രീയുടെ പേരെന്ന് പറഞ്ഞാൽ നയൻതാര എന്നാണ് കേട്ടോ. പേര് ഞാൻ പറയാം, ഫോട്ടോയൊക്കെ ഞാൻ ഉടനെ പുറത്ത് വിടുന്നതായിരിക്കും. ഉടനെ വിടും. കാര്യം ഞാനവിടെ പോയിട്ട് ഫോട്ടോയും മറ്റേ അവൾ എന്താ അതിജീവിതയെ പോലെയാണ്. അവളുടെ ഫോട്ടോ ഒന്നും പത്രമാധ്യമങ്ങൾ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അപ്പനെ ഇനി ആകപ്പാടെ ജീവിച്ചിരിപ്പുള്ള ഈ അപ്പൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ യുവാവിൻ്റെ അമ്മയും 2 ചെറുമക്കളുമാണല്ലോ മരിച്ചത്. ഇനിയുള്ളത് ഇയാളെയും കൂടെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെമിനിസ്റ്റ് തള്ളയും ചില ഓൺലൈൻ ചാനലുകാരെയും പിടിച്ചിട്ട് ഇവള് മെഴുകുകയാണ്. ഇവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ശക്തമായിട്ട് ഇടപെടും. അവൾ ജയിലിൽ പോകാൻ, നയൻതാര ജയിലിൽ പോകാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാകും. ഞാനവിടെ പോവും. ഇവളുടെ ഫോട്ടോ ഇതേവരെ പുറത്ത് വന്നിട്ടില്ല. ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും വരും. കാര്യം ശക്തമായിട്ട് എഴുതി വെച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? മക്കളെ കാണാൻ വേണ്ടി കോടതികൾ ആദ്യം നീതി പാലിക്കണം. കോടതികൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. കുട്ടിക്ക് അപ്പനോട് കൂടി പോകാനാണ് താല്പര്യം, അപ്പനോടുകൂടി വിടണം. അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ അവിടെ? ദിലീപിനും മനോജ് കെ ജയനും ഒക്കെ കുഞ്ഞുങ്ങളെ അച്ഛൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നവർ? അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ്? അതുകൊണ്ടല്ലേ ഈ ജീവനുകൾ 4 ജീവൻ പൊലിഞ്ഞത് കോടതിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. ഒരു മാറ്റവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കണം. പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് ഇന്ന് ആ യുവാവും അമ്മയും 2 മക്കളുമാണ് മരിച്ചതെങ്കിൽ നാളെ നമ്മളൊക്കെയാണ്. അതാദ്യം മനസ്സിലാക്കൂ. വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവൾ ഒരു രീതിയിലും അയാളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ആ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് 2 പിഞ്ചു മക്കളെയും, കാര്യം അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ലാത്ത 2 പിഞ്ചു മക്കളെയും കൊല്ലുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി. കൊന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി.
അതിവിടുത്തെ കോടതിയും പോലീസും നിയമം പാലകരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നിങ്ങളാ. പിന്നെ ഈ നയൻതാര എന്ന് പറയുന്ന നികൃഷ്ടയായിട്ടുള്ള ജന്തു ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം ആ സമൂഹം. ഞാനവിടെ രാമതളിയിൽ ഞാൻ വരുന്നുണ്ട്, കണ്ണൂർ ജില്ലയിൽ. അതാണ് ചെയ്യേണ്ടത്. ഓരോ പുരുഷന്മാർക്ക് പിച്ച കൊടുക്കുന്നത് പോലെയാ മക്കളെ കാണിക്കുന്നത് കോടതികൾ. എന്ത് നടപടിയാണ് കാണിക്കുന്നത്? സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം കോടതിയിൽ. വളരെയധികം മോശമാണിത്. ഇനിയും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ഇടപെടും. ഈ സ്ത്രീയെ ജയിലിൽ അടയ്ക്കണം. കാര്യം അയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യ കുറിപ്പുണ്ട്, അത് പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. അത് എനിക്ക് എന്നെ വിളിച്ച ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പരിചയവുമില്ലാത്തവരാണ്. എന്നെ പരിചയമുള്ളവരാരും അധികമൊന്നും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ പരിചയമില്ലാത്തവർ ഒരുപാട് പേര് സൈബർ സെല്ലിൽ പോയിട്ട് എന്തായി, അറസ്റ്റായോ, അത് സൈബർ സെല്ലിൽ ഇരിക്കുമ്പോൾ പോലും എന്നെ വിളിച്ചു എന്നുള്ളതാണ്. ഞാനൊരു 2:30-ക്കാണല്ലോ ഇന്നലെ ഞാനവിടെ പോകുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ട് 2:30 അല്ല, ഞാനൊരു 3 മണിയോടുകൂടി അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഭാഗ്യലക്ഷ്മിയെ ഉദ്യോഗസ്ഥർ വിളിച്ചു. അവർ വരാൻ കുറച്ച് വൈകി. അപ്പോൾ അതുവരെ ഞാൻ മുൻകൂട്ടി വരുമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോയത്. അപ്പോൾ കുറച്ച് വൈകി എന്ന് പറഞ്ഞാൽ 5 മണിയോട് കൂടിയിട്ട് ഒരു 2 മണിക്കൂറോളം ഞാനവിടെ ചിലവഴിക്കേണ്ടി വന്നു. അവർ ചോദിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഞാനിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എൻ്റെ നിലപാട് വ്യക്തമാക്കി. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ അവർക്ക് ന്യായമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. കാരണം ഏറ്റവും നല്ല രീതിയിലാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും എന്നോട് പെരുമാറിയത്. സൈബർ സെല്ലിൽ ഒരാൾ പോലും മോശമായിട്ടൊരു വാക്ക് പറയുകയോ ഒരു നോട്ടത്തിൽ പോലും നമ്മളോട്, പിന്നെ എന്നെ അറിയാം, അവർക്കൊക്കെ എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും എന്നെ അറിയാവുന്നവരാണ്. അപ്പോൾ അവർ ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ലേ എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് ഇടപെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഉദ്യോഗസ്ഥർ, കാര്യം നേരത്തെ അറിയാവുന്ന കേസുകളുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പേരോ അദ്ദേഹത്തിൻ്റെ ഒന്നും പറയുന്നില്ല, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ നിലപാടെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് എന്നെ പറഞ്ഞു. കേസ് എടുക്കുന്നെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്ന് ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യലക്ഷ്മി വന്നിരുന്നു. പക്ഷേ കൊച്ചമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിക്കാരി അവിടെ വന്നത്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ വേറെ ആരോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെയിറ്റ് ചെയ്തു. തിരിച്ച് ഈ റൂമിൽ കയറിയതും ഞാൻ കണ്ടില്ല. കാര്യം ഞാൻ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കാം പുള്ളിക്കാരി കയറി ആ റൂമിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയത്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടു. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ വച്ച് മതിയാക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അകത്തിട്ടപ്പോൾ ഒരാർജവം തോന്നി, അജിത് കുമാറിനെയും ഇടാമെന്നും തോന്നിയതിൻ്റെ ആവേശത്തിലാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പോൾ എന്തായാലും എനിക്കെതിരെ പരാതി എടുക്കാൻ പറ്റില്ല എന്നുള്ള ഉദ്യോഗസ്ഥർ പറയുകയും കോടതിയെ സമീപിക്കാൻ പറയുകയും ചെയ്തു. അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് പോയി. പിന്നെ ഇനി പോയപ്പോൾ അവർ കാര്യം കൂടി പറയണമല്ലോ. ഈ ഇറങ്ങിപ്പോയ സമയം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്നെ കടിച്ച് കീറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മുഖഭാവം കാണുമ്പോൾ അറിയാം നമുക്ക്. പക്ഷേ പോയ പാത തെറ്റിപ്പോയി. കാര്യം ഇറങ്ങിപ്പോയ സ്റ്റെപ്പ് വേറെ വഴിയെ കൂടെ ഉദ്യോഗസ്ഥരുടെ വേറെ റൂമിലോട്ടൊക്കെ അങ്ങോട്ടോ എവിടെയോ കയറിപ്പോയത്. അപ്പോൾ നമ്മുടെ എന്നെ വിളിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, താഴോട്ടാണ്, ഇതുവഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിറങ്ങിപ്പോയി. കാര്യം എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ തൊട്ട് താഴെ ഒരു വരി സ്റ്റെപ്പ് ഇറങ്ങി അടുത്തൊരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞതിന് ശേഷം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം നിന്റെ മെൻസ് കമ്മീഷൻ ഒക്കെ നിർത്തി തരാമെന്ന് എന്തോ ആയിരിക്കാം പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. എന്തായാലും മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന വാക്ക് എന്താ വെച്ചാൽ, ഒരു സമനില തെറ്റിയ ഒരു സ്ത്രീ, പരാജയപ്പെട്ടൊരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകില്ലേ, അതുപോലെ അങ്ങ് താഴെ ഇറങ്ങിയതിന് ശേഷം സ്റ്റെപ്പിൽ നിന്ന് മെൻസ് കമ്മീഷൻ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ മെൻസ് കമ്മീഷൻ, നിര്യാഗത്തരം എന്നൊക്കെയുള്ള വാക്കുകളായിരിക്കാം, വെല്ലുവിളികളായിരിക്കാം താഴോട്ട് ഇറങ്ങിയപ്പോൾ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മുഖത്ത് നോക്കി ഒരു ദിവസം സംസാരിക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കാര്യം അജിത് കുമാർ കുറച്ച് വിളഞ്ഞ സാധനമാണ്.
നമ്മൾ എന്തും ആരുടെ മുഖത്ത് നോക്കിയും പറയുവാനും ചെയ്യുവാനും ചങ്കുറപ്പുള്ളൊരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ എന്നെ കൊല്ലണം. അപ്പോൾ അതുകൊണ്ട് കൊച്ചമ്മ മാന്യമായിട്ട് ഇനിയുള്ള കാലമെങ്കിലും മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. നിങ്ങൾ ഞാനവിടെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഒരുപാട് സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്കെതിരെ എവിടെയെങ്കിലും സംസാരിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഇവർ പീഡനം അനുഭവിക്കുകയും ഒരുപാട് കേസ്, ഇപ്പോൾ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ ഇവിടെ സമരം നടന്നു, ഇവരാരെങ്കിലും അവിടെ പോയോ? അവർക്ക് ഞങ്ങൾ പോയി, മെൻസ് അസോസിയേഷൻ പോയി, ഒരു ചാക്കരിയും പയറും അവർക്ക് വേണ്ടുന്ന കുറച്ച് ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുത്തു. പിന്നീട് അപ്പോഴാടൊക്കെയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ 2-3 വട്ടം കൂടെ പോകണമെന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് വിരട്ടലും വിലപേശലൊന്നും വേണ്ട, അത് നടക്കില്ല. അതാദ്യം മനസ്സിലാക്കും. കാരണം നമ്മൾ ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട, നടക്കാത്ത കാര്യം. BJP നായരുടെ കാണിച്ചതുപോലെ ഒന്നും നമ്മളുടെ അടുത്തൊന്നും നടക്കില്ല. അതൊക്കെ അന്നറിയാമല്ലോ, ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടുകയും ജാമ്യം കിട്ടാതെ കൂടിയത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതിമോഹമാണ്. ഇനിയെങ്കിലും ഒതുങ്ങുക. ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ പലരും ഉണ്ട്, അതിജീവിതയ്ക്ക് സംസാരിക്കാം. അപ്പോൾ പിന്നെ ഇവിടെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഈ കളത്തിൽ. അപ്പോൾ കുറച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെങ്കിൽ അതങ്ങ് കെട്ടിക്കുട്ടി അങ്ങ് വച്ചോളൂ. പിന്നെ മേൽക്കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് ദിലീപിനെയും മറ്റുള്ളവരെയൊക്കെ. മേൽക്കോടതിയിലൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല, നടക്കുന്നില്ല. അത് സർക്കാരിനും അറിയാം. പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി സർക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ ഓക്കെ പറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നടന്നത്. അപ്പോൾ എന്തായാലും പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ അവർ ഒരു പുരുഷനെതിരെയും സൈബർ സെല്ലിലോ വേറൊരു സ്റ്റേഷനിലോ കംപ്ലൈൻറ്റ് കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടിൽ എത്തിച്ചിട്ടുണ്ട്. കൊടുക്കില്ല. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ കൊടുക്കില്ല. ഇനി മാനസികമായ സമനില തെറ്റിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും കേട്ടോ. എന്തായാലും കൊടുക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം 2026 നിങ്ങൾ അടിച്ചു പൊളിക്കുക, ആസ്വദിക്കുക. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജീവിതം ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരും ആസ്വദിക്കുക. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്, എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. എല്ലാവരും സംഘടനയിലോട്ട് വരിക. നമുക്ക് ഒത്തൊരുമിച്ച് വലിയൊരു ശക്തിയായിട്ട് പ്രവർത്തിച്ചാൽ ഒരു ഫെമിനിസ്റ്റുകൾക്കും അടുക്കുവാൻ പറ്റില്ല. ഒരു ആത്മഹത്യകളും ഇനി നടക്കില്ല. കോടതികൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിലോട്ട് വരും. മെൻസ് കമ്മീഷൻ നമുക്ക് കൊണ്ടുവരുവാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ചിറങ്ങിയാൽ മെൻസ് കമ്മീഷനൊക്കെ 24 മണിക്കൂറിനകം വന്നിരിക്കും. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. ഗുഡ് നൈറ്റ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.